ഇന്ന് ഞങ്ങളെല്ലാവരും ഗിഫ്റ്റൊക്കെ മേടിച്ച് പോണത് ഒരു ഫംഗ്ഷനാണ്. ഞങ്ങൾ കുറേ ഫംഗ്ഷനുകൾക്ക് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഫംഗ്ഷന് ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് പോണത്. ഇന്ന് എൻ്റെ കസിൻ സൗമ്യയുടെ മോളുടെ ഫംഗ്ഷനാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്താ ഫംഗ്ഷൻ. അപ്പം നമുക്ക് അങ്ങോട്ട് പോയാലോ? അങ്ങനെ നമ്മൾ ദീത്തുവിൻ്റെ വീട്ടിലെത്തി. ഇനി നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്ത് നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. ഇതിൻ്റെ ആദ്യത്തെ ചടങ്ങ് എന്ന് പറയണത് കുളിയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. നമ്മുടെ ദീത്ത് വലിയ കുട്ടിയായി. ഇതിനെ നമുക്ക് കുഞ്ഞിക്കല്യാണം എന്നൊക്കെ പറയാം കേട്ടോ. പണ്ട് ഭയങ്കര കേമായിട്ട് നടത്തിയിരുന്ന ഒരു ആചാരമായിരുന്നു. പക്ഷേ ഒരിടയ്ക്ക് ഇതൊക്കെ നടത്തണത് നമുക്കൊക്കെ എന്തോ ഒരു ചമ്മലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വലിയ കേമായിട്ടൊന്നും എൻ്റെ സമയത്തൊന്നും അത്ര നടത്തിയിരുന്നൊന്നുമില്ല. അടുത്തുള്ള ആൾക്കാരെ മാത്രം വിളിച്ചൊരു ചെറിയ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ ഇപ്പം അതല്ല. ഇപ്പം എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ദീത്തുവിൻ്റെ കുഞ്ഞിക്കല്യാണം അടിപൊളിയായിട്ട് ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടായിട്ടാ. അപ്പോൾ അതിന് വേണ്ട ഒരുക്കത്തിലാണ് ഈ കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും സീറ്റ്സൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചടങ്ങിന് വേണ്ട സംഭവങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ സ്വീറ്റ്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഉണ്ണിയപ്പം, പിന്നെ പേട, ജിലേബി, ലഡ്ഡു, മൈസൂർ പാക്ക്, അങ്ങനെ വേണ്ട എല്ലാ സംഭവങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സുകൾ, മുല്ലപ്പൂ, കുപ്പിവള, പിന്നെ അങ്ങനെ മൈലാഞ്ചി, പിന്നെ വിളക്കും നിറയൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ദീത്തുവിനെ കുളിപ്പിക്കണ ചടങ്ങാണല്ലോ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഇനി ദീത്തുവിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ചടങ്ങൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചടങ്ങുകൾ കാണാം. ഇനി എൻ്റെ ഒരു വോയിസ് ഓവറിന് ഇവിടെ പ്രസക്തി ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം കേട്ടോ. എല്ലാവരും കണ്ടോളൂ. ഫോട്ടോ എടുക്കട്ടെ ആദ്യത്തെ. നീങ്ങിക്കമ്മയി. ഇത് വായോർക്കൂ. ശ്വാസം എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ വേണം എടുക്കാൻ കേട്ടാ.
സെന്റിമെന്റായിട്ടിരിക്കുക എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തോ. എടുക്കടാ എടുക്കടാ. ചാമ്പയ്ക്ക പരവത അതാണല്ലോ കല്യാണം. ആ പുലുകുലൂടെ പുലുകുലു പുലുകുലൂടെ. അയ്യോ അയ്യോ എത്ര നാളെ വേണ്ട അങ്ങനെ ഇറങ്ങി അതിനാ പിന്നെ ആ തിരിച്ചോ. ലുലുവിന് ഒരു ഇതില്ലല്ലോ. അവള് പറയാ മമ്മിയിലൊക്കെ ആ ഗുലുഗുലൂട് ചിരിക്കടി ചിരിക്കി. ഓ ഫോട്ടോ എടുക്കണ
ഷോ എന്തോ ഇങ്ങോട്ടൊക്കെ കെട്ടുപിടിച്ചേ. അടിപൊളി. അടിപൊളി. ഒരു മോണ്ടോ എനിക്ക് വയ്യ കൊടുക്കുന്നു. അടുത്തത് ഓക്കെ. ഓക്കെ അടുത്തത് എന്താ കേട്ടോ. അമ്മ കൊടുക്കണ്ടേ ഇരുന്ന് കൊടുക്കുമ്പോ എന്നാലും കൊടുക്ക്. വീഡിയോ വന്നിരിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ചടങ്ങുകളൊക്കെ? ചടങ്ങുകളൊക്കെ കഴിയാറായിട്ടുണ്ട്. മൈലാഞ്ചിയൊക്കെ ഇട്ട് സ്വീറ്റ്സൊക്കെ കൊടുത്ത് പിന്നെ സ്വർണ്ണാഭരണ വിഭൂഷിതയായിട്ടാണ് ഇരിക്കുന്നത്. ശരിക്കും ഒരു കുഞ്ഞു കല്യാണമല്ലേ. ദീത്തു ആണെങ്കിൽ ആവണിയൊക്കെ എടുത്ത് സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ടല്ലേ. നല്ല രസമാണല്ലോ ഇങ്ങനെ ഇരിക്കണം കാണുമ്പോൾ തന്നെ. ഈ തലേക്കോടെ ഇങ്ങനെ മുണ്ടോട്ട് വാൽക്കണ്ണാണിയും പിടിച്ചാ ഇരിക്കണ ആ ലുക്ക് അതൊരു രക്ഷയില്ല അല്ലേ. എന്താ ഐശ്വര്യമാണല്ലേ ആ ഒരു ലുക്ക് തന്നെ കാണാൻ. അങ്ങനെ നമ്മുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സദ്യയാണ് കേട്ടോ. വിഭവസമൃദ്ധമായ സദ്യ, പാലട പായസം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സദ്യ ഉണ്ടാകാൻ നിൽക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ എനിക്ക് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് എനിക്ക് തൃശ്ശൂർ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് പോയിട്ടോ. അപ്പം നമ്മുടെ ചടങ്ങൊക്കെ അടിച്ചു പൊളിച്ച് ഞാൻ ആഘോഷിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കണ്ട.